അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസാരമാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമന്നാസു ബി യദിഹി വലിസാനിഹി. ഒരാളുടെ കയ്യിൽ നിന്നും ഒരാളുടെ നാവിൽ നിന്നും വിശ്വാസികൾ രക്ഷപ്പെടുമ്പോഴാണ് അയാൾ മുസ്ലിം എന്ന ആ പദത്തിന് അർഹനാകുന്നത്. അഥവാ മുസ്ലിമിൻ്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരാൾക്ക് ഒരു പ്രയാസമുണ്ടാകില്ല എന്നർത്ഥം. നമ്മുടെ സംസാരങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ ഇടപെടലുകളാണെങ്കിലും അതുപോലെ ഒരാളോടുള്ള പെരുമാറ്റമാണെങ്കിലും മറ്റൊരാളുടെ മനസ്സിൽ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഒരിക്കലും അത് മാറരുത്. മറിച്ച് വളരെ സന്തോഷകരമായ മധുരം നിറയുന്ന ഒരു അനുഭവവും ഓർമ്മയുമായി നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മാറണം. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നല്ല വാക്കുകളെക്കുറിച്ച് അതൊരു നല്ല വൃക്ഷം പോലെയാണ് എന്നാണ് പറയുന്നത്. കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു വൃക്ഷം പോലെയാണ്. എന്നിട്ട് അവിടെ തുടർന്ന് പറയുന്നുണ്ട്, അസ്ലുഹ സാബിത്തും ഫർഉഹ ഫിസ്സമാ, നല്ല മൂടുറച്ച ആകാശത്തേക്ക് അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച മനോഹരമായ ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ വിശേഷണമോ തുഅ്തി ഉക്കുലഹ കുല്ലഹീൻ, എല്ലാ കാലത്തും പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല ഉറച്ച ആകാശത്തേക്ക് ശാഖകൾ പടർന്ന എല്ലാ കാലാവസ്ഥയിലും പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെയാണ് ഒരു മനുഷ്യൻ്റെ നല്ല വാക്കെന്നാണ്. അപ്പോൾ നമ്മളൊരാളോട് പറയുന്ന ഒരു വാക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും അയാളുടെ മനസ്സിൽ വളരെ സന്തോഷകരമായ മധുരം നിറയുന്ന ഒരോർമ്മയായിട്ട് അവശേഷിക്കുന്ന രൂപത്തിൽ മനോഹരമായിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്കതാണ് കാണാൻ കഴിയുക. മുൻഗാമികളായ മഹാന്മാരുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റുള്ളവരോടുള്ള സഹവാസത്തിൽ എപ്പോഴും ആ തരത്തിലുള്ള നന്മ നിറഞ്ഞ സ്നേഹം തുളുമ്പുന്ന നല്ല മധുരകരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന വാക്കുകൾ പറയാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടമാകുന്ന കാര്യം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും യഥാർത്ഥ സത്യവിശ്വാസികളാവുകയില്ല എന്ന്. നമ്മളോടൊരാൾ മോശമായിട്ട് ഇടപെടുന്നതും മോശമായിട്ട് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉപദ്രവിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതുപോലെ തന്നെ മറ്റുള്ളവരോടും നല്ല രീതിയിൽ പെരുമാറാനും അവരോടും നല്ല രീതിയിൽ ഇടപെടാനും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കാനും നമ്മളും ശ്രദ്ധിക്കണം. അതൊരു സമൂഹത്തിൽ വിശ്വാസികൾക്കിടയിൽ ജീവിക്കുമ്പോഴും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോഴും മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വഭാവമാണെങ്കിലും ഇടപെടലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിൽ പോലും നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു മാന്യത, നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു സത്യസന്ധത, നമ്മൾ പുലർത്തേണ്ടുന്ന ഏറ്റവും മനോഹരമായൊരു പെരുമാറ്റം, അത് വളരെ പ്രധാനമാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 2024 ജൂൺ 28 വെള്ളിയാഴ്ച ഒമാനിലെ പള്ളികളിൽ നിർവഹിക്കാൻ വേണ്ടി ഇവിടുത്തെ മതകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ജുമുഅ ഖുതുബയുടെ സന്ദേശവും ഇതാണ്. നമുക്കെല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് മറ്റൊരാളുടെ അഭിമാനത്തെ ധ്വംസിക്കരുത്, മറ്റൊരാൾക്ക് അതൊരു പ്രയാസകരമാവരുത്, മറ്റൊരാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശിഷ്യ സോഷ്യൽ മീഡിയകളുടെ കാലത്ത് സോഷ്യൽ മീഡിയകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വിശ്വാസി പഠിക്കുക, മനസ്സിലാക്കുക, അതിനുവേണ്ടി ശീലിക്കുക എന്നുള്ളതാണ്. എത്രയോ ആളുകളുണ്ട്, അവർ സോഷ്യൽ മീഡിയയിൽ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കമൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കും. ആ കമൻറ്റുകളൊക്കെ പലതും ഒരു മാന്യതയ്ക്ക് നിരകാത്തതായിരിക്കും, അതല്ലെങ്കിൽ അസ്ഥാനത്തുള്ളതായിരിക്കും, അനാവശ്യമായിരിക്കും. അതൊരിക്കലും ഒരു ഉത്തമ സംസ്കാരത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ ഭാഗമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതായിരിക്കില്ല. അത്തരത്തിലുള്ള കമൻറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ തന്നെ അത് മറ്റൊരാൾക്ക് വിഷമകരമല്ലാത്ത രൂപത്തിലുള്ളതായിരിക്കണം എന്നുള്ള ഒരു ചിന്ത വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വഖൂലൂ ലിന്നാസി ഹുസ്ന എന്നാണ് ഖുർആൻ പറയുന്നത്. ജനങ്ങളോട് നല്ലതാണ് പറയേണ്ടത്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, നല്ല വാക്കുകൾ പറയണമെന്ന്. അപ്പോൾ വിശ്വാസികൾ പറയേണ്ടത് നല്ല വാക്കുകളാണ്. അത് നേരിട്ട് സംസാരിക്കുമ്പോഴായാലും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോഴായാലും നല്ല വാക്കുകളാണ് പറയേണ്ടത്
എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം. അതാണ് ഇന്നത്തെ ജുമുഅ ഖുതുബയിൽ നമുക്ക് ഒമാനിലെ പള്ളികളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.